വെൽക്കം ബാക്ക് ടു നിഷ് ടീൽസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെങ്കിൽ എന്റെ പേര് നിഷ ആൻഡ് ദിസ് ഇസ് ഗ്രേസ്. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. ഒരു ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ബോട്ടിൽ ആർട്ട്. അപ്പൊ ഗ്രേസിന് മെർമെയ്ഡ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഗ്രേസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. This is the mermaid bottle Amma made for me. So look at its hair, long and beautiful. Look at its braid, and look at the tail. It's beautiful and silver. So everybody ishtapetta. Thank you, Amma. അപ്പൊ നമുക്ക് ഈ ക്യൂട്ട് മെർമെയ്ഡ് ബോട്ടിൽ ആർട്ട് എങ്ങനെയാ ഉണ്ടാക്കിയത് നോക്കാം. ഇന്നത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഇച്ചിരി നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് ഭയങ്കര തിന്നായിട്ട് 2 കോട്ട് ബേസ് കോട്ട് അടിക്കാം. അപ്പം ഈ മെർമെയ്ഡ് തീം ചെയ്യാനായിട്ട് ബേസ് കോട്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഡാർക്ക് ബ്ലൂ കളറാണ്. അപ്പോൾ ബോട്ടിലിൽ 2 തിൻ കോട്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതിനൊരു ട്രാൻസ്പെറൻറ്റ് ലുക്കാണ് വരുന്നത്, ഫുള്ളി കവർ ആയിട്ടില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു മെർമെയ്ഡിൻ്റെ പിക്ചർ ഇവിടെ ആയിട്ട് ട്രേസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മെർമെയ്ഡിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. ഇനി നമുക്ക് കാർബൺ പേപ്പർ വെച്ച് ബോട്ടിലേക്ക് ഈ പിക്ചർ കോപ്പി ചെയ്യാം. ബോട്ടിലിൽ ആ പിക്ചർ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ മെർമെയ്ഡിന് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് ജൂട്ട് ത്രെഡ് ഒട്ടിക്കുകയാണ്. അപ്പോൾ വളരെ തിന്നായിട്ട് ഗ്ലൂ തേച്ചിട്ട് ഈ ത്രെഡ് അവിടെ സ്റ്റിക്ക് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഗ്ലൂ നല്ല തിന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് സീഷെൽസ് ഒട്ടിച്ചു കൊടുക്കാം. മെർമെയ്ഡ് കയ്യിൽ സീഷെല്ല് പിടിക്കുന്ന പോലെ നമുക്ക് ഒട്ടിക്കാം. മുകളിലായിട്ട് 2 ചെറിയ സീഷെല്ലും കൂടി ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മെർമെയ്ഡിൻ്റെ ബോഡി പോർഷനിൽ കുറച്ച് ബീഡ്സ് ഒട്ടിക്കാം. അപ്പോൾ ഈ റെഡ് കളർ ബീഡ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഒട്ടിച്ചാലോ. നല്ല ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് ബീഡ്സ് അടുപ്പിച്ചൊട്ടിക്കണം. ഇനി ഈ ടെയിലിൻ്റെ ഭാഗത്ത് നമുക്കൊരു സിൽവർ ബീഡ്സ് ഒട്ടിക്കാം. അതും നല്ല അടുപ്പിച്ചൊട്ടിക്കണം. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിൽ ഞാനൊരു കോട്ടൺ വൈറ്റ് ത്രെഡ് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് ടൈ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കാം. അപ്പോൾ അത് മൂവ് ചെയ്യില്ല, ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇനി ബോഡിയുടെ ടോപ്പ് പാർട്ട്, ആ പോർഷനിൽ നമുക്കൊരു യെല്ലോ പെയിൻറ് അടിച്ചു കൊടുക്കാം. ഇനി അത് അടിച്ചിട്ട് ഞാൻ കാണിക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ മെർമെയ്ഡിന് നല്ല ഒരു ഹെയർ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് ലോങ് ഹെയർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി അഗെയിൻ ഞാൻ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ ഇത്രയും വലുപ്പമുള്ള ഒരു കോട്ടൺ ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈക്വൽ ലെങ്ത്തിലുള്ള കുറച്ച് ത്രെഡ് പീസസ് കട്ട് ചെയ്ത് വെക്കണം. അപ്പം മുടിയുടെ ലെങ്ത്ത് എത്ര വേണം അതിൻ്റെ ഡബിൾ സൈസസിലുള്ള ത്രെഡാണ് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഒരു പീസ് ഇങ്ങനെ വെക്കാം. ഇനി ഈക്വൽ ലെങ്ത്തിൽ കട്ട് ചെയ്ത് ഒരു പീസ് എടുത്ത് നടുക്ക് വെച്ച് മടക്കിയിട്ട് അത് മറ്റേ ത്രെഡിൻ്റെ അടിയിലേക്ക് വെക്കണം.
എന്നിട്ട് മടക്കിയ ത്രെഡിൻ്റെ 2 എൻഡില്ലേ, എൻഡ് എടുത്ത് വളച്ചെടുത്തിട്ട് മറ്റേ എൻഡിൻ്റെ പോർഷനിലൂടെ വലിച്ചെടുക്കണം. അപ്പോൾ ഈ ത്രെഡ് ഫസ്റ്റ് മെയിൻ ത്രെഡിൽ അറ്റാച്ച് ആയിട്ടിരിക്കും. ഞാൻ ഒരെണ്ണം കൂടി അതുപോലെ സ്ലോ ആയിട്ട് കാണിക്കാം. എഗെയിൻ ഒരു ത്രെഡ് എടുക്കുക, അതിൻ്റെ സെൻറ്ററിൽ വെച്ച് മടക്കുക, അത് അറ്റാച്ച് ചെയ്യേണ്ട ത്രെഡിൻ്റെ അടിയിലേക്ക് വെക്കുക. പിന്നെ മടക്കിയ ത്രെഡിൻ്റെ 2 എൻഡും എടുത്തിട്ട് ലൂപ്പ് മാതിരി മറ്റേ എൻഡിൽ കൂടെ വലിച്ചെടുക്കണം. കണ്ടോ? ഇനി ഇതുപോലെ എല്ലാ ത്രെഡും നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യണം. എല്ലാ ത്രെഡും നമ്മൾ മെയിൻ ത്രെഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കുന്ന ഇപ്പോൾ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോമ്പ് എടുത്തിട്ട് ഈ ഓരോ ത്രെഡും നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ കോമ്പ് ചെയ്യുമ്പോൾ ഈ ത്രെഡിലുള്ള ചെറിയ ചെറിയ ത്രെഡില്ലേ, അതെല്ലാം വിട്ടുപോരും. അപ്പം നല്ല തിന്ന് ഹെയറിൻ്റെ ഒരു ലുക്കായിട്ട് വരും. കണ്ടോ? ഇങ്ങനെ നന്നായിട്ട് കുറേ പ്രാവശ്യം കോമ്പ് ചെയ്യണം, എന്നാലും അത് വിട്ട് വരുള്ളൂ. കണ്ടോ? തിന്ന് ത്രെഡാണ്, വെരി തിൻ ത്രെഡ്. ഈ പോർഷനും കൂടി ചെയ്തിട്ട് നോക്കാം നമുക്ക്. ഇപ്പം എല്ലാ ത്രെഡും കോമ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 2 എൻഡ് ഉണ്ടല്ലോ, അത് 2 എൻഡും കൂടി നമ്മൾ ടൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം ഇനിയിപ്പോൾ ഇത് നമ്മൾ ആ ഹെഡിൻ്റെ പൊസിഷനിൽ ഗ്ലൂ ചെയ്ത് കൊടുക്കും. ഇനി നന്നായിട്ട് ചീകിയിട്ട് എൻഡ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. എൻഡ് സൈഡ് നല്ല സ്ട്രെയിറ്റ് ലൈൻ പോലെ ട്രിം ചെയ്യുക. ഇനി നമ്മൾ മുടി 2 പോർഷൻ ആക്കിയിട്ട് ബ്രെയ്ഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ ഈ ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു മാച്ചിങ് റെഡ് ബീഡ്സ് കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ആഴ്ച വേറൊരു ക്രാഫ്റ്റ് വർക്കുമായിട്ട് നമുക്ക് കാണാം. See you in the next video.